ഫുട്ബോളിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബ് ഏതാണെന്ന് ചോദിച്ചാൽ കുറെ പേരുടെ ആൻസർ റയൽ മഡ്രിഡ് ആയിരിക്കും. റയൽ മഡ്രിഡ് അഥവാ ലോസ് ബ്ലാങ്കോസ് യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും പ്രീമിയർ കോമ്പറ്റീഷനായ ചാമ്പ്യൻസ് ലീഗ് ഏറ്റവും കൂടുതൽ ടൈംസ് ജയിച്ച ക്ലബ്ബാണ്. ഇതുകൂടാതെ വേൾഡ് ഫുട്ബോളിലെ പണ്ടത്തെ ജനറേഷനിലെയും ഇപ്പോഴത്തെ ജനറേഷനിലെയും ഏറ്റവും ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസ് കളിക്കുന്ന ക്ലബ്ബും. ഒരു ക്ലബിന് ഈ ലെവലെത്താൻ വർഷങ്ങളുടെ എഫേർട്ട് വേണം. ഇതിൻ്റെ ഒപ്പം പല പല ലീഡേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെയും ഓരോ ഐഡിയാസിന്റെയും പ്ലാൻസിന്റെയും എക്സിക്യൂഷനും. പക്ഷെ റയൽ മാഡ്രിഡിന്റെ കേസിൽ കുറെ ലീഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒറ്റ ലീഡർ ഉണ്ടായിരുന്നുള്ളൂ. റയൽ മാഡ്രിഡ് എന്ന ഷിപ്പില് ആകെ ഒറ്റ ക്യാപ്റ്റനേ ഉള്ളൂ. അയാളുടെ പേര് ഫ്ലോറന്റീനോ പെറേസ് എന്നാണ്. പെറേസ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത ഒരു കാര്യമുണ്ട്, വിന്നിങ്. അത് ഫുട്ബോൾ പിച്ചിലാണെങ്കിലും അതിന്റെ പുറത്താണെങ്കിലും റയൽ മാഡ്രിഡ് വിൻ എവറിത്തിങ് ഓൾവേസ്. പക്ഷെ ശരിക്കുമുള്ള കഥ അതല്ല. പെറേസ് വരുന്നതിന് മുമ്പ് ഒരു റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന റയൽ മാഡ്രിഡ്, പിച്ചില് ഫെയിൽ ചെയ്യുന്ന റയൽ മാഡ്രിഡ് ആൻഡ് യൂറോപ്യൻ സൂപ്പർ പവർ അല്ലാത്ത റയൽ മാഡ്രിഡ്. ഈ കഥ പെറേസ് എങ്ങനെയാണ് റയൽ മാഡ്രിഡിനെ റിവൈവ് ചെയ്തതെന്നാണ്. അതിൻ്റെ ഒപ്പം യൂറോപ്യൻ ഫുട്ബോളിലെ ഫൈനൽ ബോസ് ആയതും. മാഡ്രിഡിൽ 1947 പിറേസ് ജനിച്ചത്. തന്റെ അച്ഛൻ ഒരു ചെറിയ ബിസിനസ്മാൻ ആയതുകൊണ്ടും പിറേസിന്റെ ഫാമിലി ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ആൻഡ് കുട്ടിയായിരുന്ന സമയത്ത് പിറേസിന് ഒന്നിലും അത്ര എക്സെപ്ഷണൽ ടാലന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ കഴിഞ്ഞിട്ട് പിറേസ് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തു. ആൻഡ് ഇത് കഴിഞ്ഞ് ഗവൺമെന്റിന് വേണ്ടി ഓരോ ബിൽഡിംഗ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇതായിരുന്നു പിറേസിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. വർക്കിലെ തന്നെ പാർട്ട്നേഴ്സായിട്ട് പിറേസ് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കമ്പനി മേടിച്ചു, പാഡ്രോസ് എസ്. ആൻഡ് 3 വർഷം കൊണ്ട് സ്പെയിനിലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് കമ്പനീസിൽ ഒരെണ്ണമാക്കി മാറ്റി. ഈ കമ്പനിയുടെ റൈസിന്റെ ഒപ്പം പിറേസ് ഈ സമയത്ത് പൊളിറ്റിക്സിലേക്കും കാലുവെച്ചു. ആൻഡ് മഡ്രിഡ് സിറ്റി കൗൺസിലിലെ മെമ്പറായിട്ട് പിറേസിനെ എലക്റ്റും ചെയ്തു. 90s ആയപ്പോൾ തന്നെ പിറേസ് സ്പെയിനിലെ ഏറ്റവും റിച്ചസ്റ്റ് ആൾക്കാരിലെ ഒരാളായി. 1995 ആയപ്പോഴേക്കും പിറേസിന്റെ ഫോക്കസ് പൊളിറ്റിക്സിൽ നിന്നും കൺസ്ട്രക്ഷനിൽ നിന്നും മാറി വേറൊന്നിലേക്കായി, റയൽ മഡ്രിഡ്. റയൽ മാഡ്രിഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡെമോക്രാറ്റിക് രീതിയിലാണ്. ആൻഡ് ഈ ക്ലബിന്റെ ഡിസിഷൻസ് എടുക്കുന്നത് അതിന്റെ മെമ്പേഴ്സാണ്, ദ സോഷ്യോസ്. ഓരോ 4 വർഷം കൂടുമ്പോൾ ഒരു പ്രസിഡൻസി എലക്ഷൻ ഉണ്ടാവും. ആൻഡ് ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടി ജയിക്കുന്ന കാൻഡിഡേറ്റോ റയൽ മാഡ്രിഡിന്റെ പുതിയ പ്രസിഡന്റും. 1995 ഇലക്ഷനിൽ നിന്നെങ്കിലും പെറേസിനെ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെറേസ് ഒന്നും കൂടെ 99-2000 സീസണിൽ ട്രൈ ചെയ്യും. ഈ സമയത്ത് റയൽ മാഡ്രിഡിന് ലേശം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലേശം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 300 മില്യൺ യൂറോസ്. താൻ ക്ലബിന്റെ പ്രസിഡന്റ് ആയാൽ റയൽ മാഡ്രിഡിന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്യുമെന്ന് പെറേസ് പറഞ്ഞു. ഇതിൻ്റെ ഒപ്പം പെറേസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. താൻ ക്ലബിന്റെ പ്രസിഡന്റ് ആയാൽ തന്റെ ഫസ്റ്റ് സൈനിങ് വേൾഡ് ഫുട്ബോളിലെ നമ്പർ 1 പ്ലെയർ ആയിരിക്കുന്നത്. ആൻഡ് ആ സമയത്ത് വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആയിരുന്നു ലൂയിസ് ഫിഗോ. ഫിഗോ വേൾഡിലെ നമ്പർ 1 പ്ലെയറും ബാലൻഡോർ വിന്നറും മാത്രമായിരുന്നില്ല, ഫിഗോ ഒരു ബാർസലോണ പ്ലെയർ ആയിരുന്നു. ആൻഡ് ഫിഗോ ബാർസയുടെ വെറും ഒരു പ്ലെയർ മാത്രമായിരുന്നില്ല, ബാർസയുടെ ക്ലബ് ക്യാപ്റ്റനും കൂടെ ആയിരുന്നു. ഒരു കോമൺ റൂമർ എന്താണെന്ന് വെച്ചാൽ ഫിഗോ അറിയാണ്ട് ഫിഗോന്റെ ഏജന്റ് ആയിട്ടാണ് പെറേസ് ഈ ഡീൽ ഉണ്ടാക്കിയതെന്നാണ്. പെറേസ് പ്രസിഡൻസി ഇലക്ഷൻ തോറ്റാൽ ഫിഗോന്റെ ഏജന്റിനും ഫിഗോനും പെറേസ് പേഴ്സണലി ഒരു കോമ്പൻസേഷൻ കൊടുക്കും. പക്ഷെ അതേസമയം പെറേസ് ഇലക്ഷൻ ജയിക്കുവാണെങ്കിൽ ഫിഗോ ബാർസലോണ ലീവ് ചെയ്ത് റയൽ മാഡ്രിഡ് ജോയിൻ ചെയ്യണം. വെൽ, പെറേസ് ആ ഇലക്ഷൻ ജയിക്കുകയും ചെയ്തു. ഫിഗോന് വേൾഡ് റെക്കോർഡ് ഫീ കൊടുത്ത് ബാർസയെ സൈൻ ചെയ്യുകയും ചെയ്തു. ഫിഗോ ബാർസയുടെ ഒരു ഫാൻ ഫേവറേറ്റ് ആയിരുന്നു. ഈ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ലൂയിസ് ഫിഗോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ബാർസ ഫാൻസിന്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പിറേസിന്റെ അടുത്ത മിഷൻ റയൽ മാഡ്രിഡിന്റെ ഡെറ്റ് ക്ലിയർ ചെയ്യണതായിരുന്നു. ഇതിനുവേണ്ടി റയൽ മാഡ്രിഡിന്റെ ആ സമയത്തെ ട്രെയിനിങ് ഗ്രൗണ്ട് സെല് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്തത്. മഡ്രിഡ് സിറ്റിന്റെ ഹാർട്ടിൽ തന്നെ ആയതുകൊണ്ട് ഈ പ്രോപ്പർട്ടിക്ക് എന്തായാലും നല്ലൊരു വാല്യൂ കിട്ടും. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഗവൺമെൻറ് ഈ പ്രോപ്പർട്ടി സ്പോർട്ടിംഗ് പർപ്പസിനല്ലാതെ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ
പിറേസിന്റെ ലോബിങ്ങും പണ്ടത്തെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും വെച്ച് സ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഈ ഗ്രൗണ്ട് കമേഴ്ഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യാൻ സ്പാനിഷ് ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തു. ഇങ്ങനെ കിട്ടിയ റവന്യൂന്ന് റയൽ മാഡ്രിഡ് അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തു, ഒരു പുതിയ ട്രെയിനിങ് ഗ്രൗണ്ട് ബിൽഡ് ചെയ്തു, ഫീഗോനെ സൈൻ ഇൻ ചെയ്തു. പിറേസിന്റെ ട്രാൻസ്ഫർ പോളിസി അനുസരിച്ച് ഒരു പ്ലെയറിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യണമെങ്കിൽ ആ പ്ലെയർ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് മാത്രമായാൽ പോരാ, ഒരു നല്ല മാർക്കറ്റബിൾ പ്ലെയറും കൂടെ ആവണം. ഇവരെ മാർക്കറ്റ് ചെയ്യുമ്പോൾ റയൽ മാഡ്രിഡിന് കിട്ടുന്ന അറ്റൻഷനും അതിൽ നിന്ന് കിട്ടുന്ന സ്പോൺസർഷിപ്പ് ഡീൽസും ആയിരുന്നു പിറേസിന്റെ എയിം. പിറേസിന്റെ ഈ അപ്രോച്ച് മാർക്കറ്റിംഗ് സൈഡിൽ ഭയങ്കര സക്സസ്ഫുൾ ആയി. കമ്പനീസിന് മനസ്സിലായി റയൽ മാഡ്രിഡിനെ സ്പോൺസർ ചെയ്യണത് അവർക്ക് ഒരു ഭയങ്കര നല്ല മാർക്കറ്റിംഗ് മൂവ് ആണെന്ന്. ഫോർ എക്സാമ്പിൾ, സീമെൻസിന്റെയും BWINന്റെയും പേര് പോലും കുറെ പേര് കേൾക്കുന്നത് അവർ റയൽ മാഡ്രിഡിനെ സ്പോൺസർ ചെയ്തത് കൊണ്ടാണ്. 2000 ഫീഗോ ആയിരുന്നു പിറേസിന്റെ ഏറ്റവും ഫസ്റ്റ് ഗലക്റ്റിക്കോ, 2001 സിഡാൻ, 2002 R9 ആൻഡ് 2003 ഡേവിഡ് ബെക്കം. അങ്ങനെ പിറേസിന്റെ ഗലക്റ്റിക്കോസ് മിഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത കുറെ വർഷത്തേക്ക് റയൽ മാഡ്രിഡ് ഫുട്ബോൾ ഡോമിനേറ്റ് ചെയ്യും. ഈ പ്ലേയേഴ്സിന് ജയിക്കാൻ പറ്റാത്തതായിട്ട് ഫുട്ബോളിംഗ് വേൾഡിൽ ഒന്നുമില്ല. ആൻഡ് 2003 തൊട്ട് 2007 വരെയുള്ള ടൈം ഫ്രെയിമില് ഈ റയൽ മാഡ്രിഡ് ടീം ജയിച്ചത് ഒറ്റ ലീഗ, ഒരൊറ്റ ലീഗ. ആൻഡ് ഇതുകൂടാതെ 26 ഫെബ്രുവരി 2006 പിറേസ് തന്റെ റയൽ മാഡ്രിഡ് പ്രസിഡൻസി റോളിൽ നിന്ന് റിസൈനിങ് ചെയ്തു. പിറേസ് മാർക്കറ്റിംഗ് സൈഡിൽ ഫോക്കസ് ചെയ്തു, റയൽ മാഡ്രിഡിന്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു ആൻഡ് റയലിന് ഗലക്റ്റിക്കോസിനെയും കൊടുത്തു. പക്ഷേ പിറേസ് നോക്കാൻ മറന്നുപോയ ഒരു ഏരിയ ഉണ്ട്, ഫുട്ബോൾ. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിനെ മേടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ ടീം വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ടീം ആവുന്നുള്ള പിറേസിന്റെ അപ്രോച്ച് തെറ്റായിരുന്നു. ഇത്രയും സൂപ്പർ സ്റ്റാർ പ്ലെയേഴ്സിനെ കോച്ച് ചെയ്യാനും അവരുടെ ഈഗോ എല്ലാം മാനേജ് ചെയ്യാനും ഒരു മാനേജറിനും പറ്റിയില്ല. ഇതിൻ്റെ ഒപ്പം പിറേസിന്റെ ട്രാൻസ്ഫർ മിസ്റ്റേക്സും. 2003 ഡേവിഡ് ബെക്കത്തിനെ സൈൻ ചെയ്തപ്പോൾ ക്ലോഡ് മക്കലേലിനെയാണ് പിറേസ് സെല്ല് ചെയ്തത്. അത്ര ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയർ അല്ലാത്തത് കൊണ്ട് ഈ ടീമിൽ മക്കലേലയുടെ ഇമ്പോർട്ടൻസ് പിറേസിന് മനസ്സിലായില്ല. സിഡാനും ഫീഗോയും R9ഉം റൗളും ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ മക്കലേലയായിരുന്നു റയൽ മാഡ്രിഡിന്റെ ഡിഫൻസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് മക്കലേലെ ചെൽസിയിൽ പോയിട്ട് ജോസെ മൊറീനിയോന്റെ നമ്പർ 1 പ്ലെയർ ആവും. 2006 പ്രസിഡൻസി പൊസിഷനിൽ നിന്ന് പിറേസ് റിസൈൻ ചെയ്തെങ്കിലും കുറെ നാൾ കഴിയാതെ തന്നെ പിറേസ് റിട്ടേൺ ചെയ്യും. ആൻഡ് പിറേസ് റിട്ടേൺ ചെയ്യാനുള്ള കാരണം റയൽ മാഡ്രിഡിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു FC ബാർസലോണ, പെപ് ഗോർഡിയോള, ദ ട്രബിൾ. 2009 പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത മാനേജറെ വെച്ച് ബാർസലോണ ട്രബിൾ കംപ്ലീറ്റ് ചെയ്യും. റയൽ മാഡ്രിഡിന് ആ സീസണിൽ ഒരു ട്രോഫി പോലും ജയിക്കാൻ പറ്റിയില്ല എന്നുള്ള പോട്ടെ, ഈ രണ്ട് ടീമും പിച്ചിൽ ഫേസ് ഓഫ് ചെയ്തപ്പോൾ റയൽ മാഡ്രിഡിന് ബാർസേന്റെ അടുത്ത് പോലും എത്താൻ പറ്റിയില്ല. റയൽ മാഡ്രിഡിന് ഇതൊരു ക്രൈസിസ് ആയിരുന്നു. ആൻഡ് റയൽ മാഡ്രിഡിന്റെ ഫാൻസും മെമ്പേഴ്സും ഒറ്റ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, 2009 ഇലക്ഷൻ ജയിക്കാൻ പിറേസിന് ഭയങ്കര എളുപ്പമായിരുന്നു. പിറേസിന് ആകെ പറയേണ്ട കാര്യം ഞാൻ ബാർസയുടെ ഡോമിനൻസ് എൻഡ് ചെയ്യും എന്നായിരുന്നു. അങ്ങനെ ആ സമയത്തെ പ്രസിഡന്റായ റമോൺ കാൾഡ്രോനെ ആ ഇലക്ഷൻ കഴിഞ്ഞ് ഫ്ലോറന്റീനോ പെറേസ് റിപ്ലേസ് ചെയ്യും. ആൻഡ് 2009 റയലിന്റെ ട്രാൻസ്ഫർ വിൻഡോ ഒരു ബ്ലോക്ക് ബസ്റ്റർ ട്രാൻസ്ഫർ വിൻഡോ ആയിരുന്നു. റയൽ മാഡ്രിഡിന് ഭയങ്കര ടാലന്റ് ഉള്ള ബെൻസിമ എന്നൊരു യങ് സ്ട്രൈക്കറിനെ വേണോ? ഇന്നാ പിടിച്ചോ. റയൽ മാഡ്രിഡിന് ആ സമയത്തെ ഏറ്റവും ബെസ്റ്റ് ബ്രസീലിയനെ വേണോ? ഇന്നാ പിടിച്ചോ. റയൽ മാഡ്രിഡിന് ആ സമയത്തെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിനെ വേണോ? ഇന്നാ പിടിച്ചോ. സൂപ്പർ സ്റ്റാർസിനെ മാത്രം നോക്കി നടന്നാൽ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്ന പാഠം പിറേസ് പഠിച്ചു. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഒപ്പം സ്ക്വാഡ് ബിൽഡിങ്ങിന് വേണ്ടി ലിവർപൂൾ മിഡ്ഫീൽഡറായ ഷാബി അലോൺസോനെ ഈ സമ്മറിൽ പിറേസ് സൈൻ ചെയ്തു. ആ സീസണിൽ റയൽ മാഡ്രിഡ് 96 പോയിന്റ്സ് ആണ് സ്കോർ ചെയ്തത്, ക്ലബിന്റെ ഹിസ്റ്ററിയിലെ ഹയസ്റ്റ് പോയിന്റ് ടാലി. പക്ഷേ ബാർസലോണ 99 പോയിന്റ്സ് സ്കോർ ചെയ്ത് ചാമ്പ്യൻസ് ആയി. മാനുവൽ പെലഗ്രീനിയെ നോക്കിയപ്പോൾ പിറേസ് കണ്ടത് റയൽ മാഡ്രിഡിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് അച്ചീവ് ചെയ്ത ഒരു മാനേജറിനെ ആയിരുന്നില്ല, ബാർസലോണയായിട്ട് തോറ്റ ഒരു മാനേജറിനെ ആയിരുന്നു. അതുകൊണ്ട് പിറേസ് പെലഗ്രീനിയോട് പറഞ്ഞു 2010 സെമി ഫൈനലില് ബാർസേനെ, ഫൈനലില് ബയേൺ മ്യൂണിക്കിനെ തോൽപ്പിച്ച് ഇന്റർ മിലാൻ ചാമ്പ്യൻസ് ലീഗും ട്രബിളും കംപ്ലീറ്റ് ചെയ്തപ്പോൾ പിറേസിന് മനസ്സിലായി ബാർസയെ തോൽപ്പിക്കാൻ തനിക്ക് വേണ്ട മാനേജർ ജോസെ മൊറീനിയോ ആയിരുന്നു. മൊറീനിയോ ആയിരുന്നു പിറേസിന്റെ മാനേജർ ഗലക്റ്റിക്കോ. 2010 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ആ വേൾഡ് കപ്പിലെ ബ്രേക്ക് ഔട്ട് പ്ലെയറായ ഓസിലിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തു.
2011 സീസണിൽ ബാർസനെ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും റയലിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കോപ്പ ഡെൽ റേ ഫൈനലിൽ ബാർസനെ ഫൈനലി റയൽ മാഡ്രിഡ് ബീറ്റ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം റയൽ ലീഗിലും ബാർസനെ സ്റ്റോപ്പ് ചെയ്യും. പെറേസിന്റെ പുതിയ ഗലക്ടിക്കോസായ ഓസിലും റൊണാൾഡോ ആയിരിക്കും ബാർസയായിട്ടുള്ള ഗെയിം ഡിസൈഡ് ചെയ്യുന്നത്. 2012 ലീഗ് ജയിച്ചെങ്കിലും ചാമ്പ്യൻസ് ലീഗ് മാത്രം പെറേസിന് ജയിക്കാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞ് മൊറീനിയോ റയൽ മാഡ്രിഡ് ലീവ് ചെയ്യും. പക്ഷെ മൊറീനിയോ റയൽ മാഡ്രിഡിന്റെ ഡോമിനൻസിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ഫൈനലി റയൽ മാഡ്രിഡിനെ യൂറോപ്യൻ ചാമ്പ്യൻസ് ആക്കിയതോ കാർലോ ആഞ്ചലോട്ടി. 2013-14 സീസണിൽ റയൽ ബെയിലിനെ സൈൻ ചെയ്യും, ഒരു വേൾഡ് റെക്കോർഡ് ഫീൽഡ്. 2014 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് എഗെയിൻ പിറേസ് തന്റെ പുതിയ ഗലക്ടിക്കോനെ സൈൻ ചെയ്യും, ഹാമേസ് റോഡ്രിഗസ്. പക്ഷെ ഇതിന്റെ ഒപ്പം പിറേസ് വേറൊരു ഇമ്പോർട്ടന്റ് സൈനിങ് നടത്തും, ബയൺ മ്യൂണിക്കിൽ നിന്ന് മേടിച്ച ടോണി ക്രൂസ്. നൗ ഹാമേസ് റയൽ മാഡ്രിഡിൽ ഫ്ലോപ്പ് ആവുമെങ്കിലും ക്രൂസ് മോഡ്രിച്ചിന്റെ കസിമിറോന്റെ ഒപ്പം റയൽ മാഡ്രിഡിന് വേണ്ടി ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു മിഡ്ഫീൽഡ് ആയിരിക്കും ഫോം ചെയ്യണത്. അടുത്ത സീസൺ ലൂയിസ് സുവാരസിനെ ലിവർപൂളിൽ നിന്ന് മേടിച്ച് ബാർസ ബൗൺസ് ബാക്ക് ചെയ്ത് ട്രബിൾ ജയിക്കും. ആൻഡ് ഇതും കൊണ്ട് കാർലോ ആഞ്ചലോട്ടിനെ പിറേസ് സാക്കും ചെയ്യും. ആഞ്ചലോട്ടിനെ റിപ്ലേസ് ചെയ്യണതോ റാഫ ബെനീറ്റസ്. 2016 സീസണിൽ ജാനുവരി ആകുമ്പോൾ തന്നെ പിറേസ് റാഫ ബെനീറ്റസിനെ സാക്ക് ചെയ്യും. ആൻഡ് അസിസ്റ്റന്റ് കോച്ചായ റയൽ മാഡ്രിഡ് ലെജൻഡായ സിനദിൻ സിഡാനെയാണ് അപ്പോയിന്റ് ചെയ്യണത്. ഒരു ഷോർട്ട് ടേമിന് വേണ്ടിയാണ് സിഡാനെ അപ്പോയിന്റ് ചെയ്തെങ്കിലും സിഡാന്റെ അടിയിൽ റയൽ മാഡ്രിഡ് 2016 ചാമ്പ്യൻസ് ലീഗ് ജയിക്കും. ചിലപ്പോൾ സിഡാൻ എന്ന പ്ലെയറിനോടുള്ള റെസ്പെക്ട് കാരണം കൊണ്ടായിരിക്കും റാഫ ബെനിറ്റസിന്റെ അടിയിൽ കളിച്ചതിനെക്കാളും ബെറ്റർ ആയിട്ടായിരിക്കും റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് സിഡാന്റെ അടിയിൽ കളിക്കുന്നത്. ഇത് കണ്ട ഫ്ലോറന്റീനോ പെറേസ് സിഡാന്റെ മാനേജറിയൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ് 2016 ചാമ്പ്യൻസ് ലീഗ് ജയിച്ച സിഡാൻ 2017 2018 ചാമ്പ്യൻസ് ലീഗ് ജയിക്കും. ചാമ്പ്യൻസ് ലീഗിന്റെ മോഡേൺ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു ടീം ചാമ്പ്യൻസ് ലീഗ് 3-peat ചെയ്യണം. നൗ സിഡാന്റെ റയൽ മാഡ്രിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഒരു ഫ്ലൂക്ക് ആയിരുന്നു എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഒരു ചാമ്പ്യൻസ് ലീഗ് ജയിക്കണത് തന്നെ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ എങ്ങനെയാണ് 3 ചാമ്പ്യൻസ് ലീഗ് കൺസിക്യൂട്ടീവായിട്ട് ജയിച്ച ഒരാളുടെ അച്ചീവ്മെന്റ്സ് ഫ്ലൂക്ക് എന്ന് പറയണത്? സിഡാന്റെ റയൽ മാഡ്രിഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അത് ജസ്റ്റ് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. 2018 ചാമ്പ്യൻസ് ലീഗ് വിൻ കഴിഞ്ഞിട്ട് റൊണാൾഡോ റയൽ മാഡ്രിഡ് ലീവ് ആണെന്ന് അനൗൺസ് ചെയ്യും. 438 കളിയിൽ നിന്ന് 450 ഗോൾസ് സ്കോർ ചെയ്ത് റയൽ മാഡ്രിഡിന്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഗോൾ സ്കോററായിട്ടാണ് റൊണാൾഡോ ക്ലബ്ബ് ലീവ് ചെയ്യണത്. എൻഡ് ഓഫ് എൻ എറ. ഈ സമ്മറിൽ തന്നെ സിഡാനും ക്ലബ്ബ് ലീവ് ചെയ്യാന്ന് അനൗൺസ് ചെയ്യും. റൊണാൾഡോനെ റിപ്ലേസ് ചെയ്യാൻ പിറേസിന്റെ അടുത്ത ഗലക്ടിക്കോ സൈനിങ് ആയിരുന്നു എഡിൻ ഹസാർഡ്. തിയറിയിൽ നോക്കുവാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സൈനിങ് ആണ്. ചെൽസിയിലെയും പ്രീമിയർ ലീഗിലെയും ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, റയലിലെ റൊണാൾഡോ കളിച്ച പോലെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന ഒരു പ്ലെയർ, ആൻഡ് റൊണാൾഡോനെ പോലെ ഒരു ഗെയിം ഒറ്റയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ. അതായിരുന്നു എഡിൻ ഹസാർഡ്. അതായിരുന്നു എഡിൻ ഹസാർഡ് ചെൽസിയില്. പക്ഷെ റയൽ മാഡ്രിഡില് ഹസാർഡ് ടോട്ടൽ ഫ്ലോപ്പ് ആയിരുന്നു. സിഡാനെ റിപ്ലേസ് ചെയ്ത് ലൊപറ്റേഗിയും സാന്റിയാഗോ സൊലാറിയും ഫ്ലോപ്പ് ആവും. ആൻഡ് ഇത് കഴിഞ്ഞ് പിറേസ് സിഡാനെ തിരിച്ചു കൊണ്ടുവരും. 2021 ആയപ്പോൾ റയൽ മാഡ്രിഡിന്റെ ഇപ്പോഴത്തെ മാനേജറായ കാർലോ ആഞ്ചലോട്ടിനെ പിറേസ് ഒന്നും കൂടെ അപ്പോയിന്റ് ചെയ്യും. ഫിഗോനെയും സിഡാനെയും ആർനൈനെയും ബെക്കത്തിനെയും റൊണാൾഡോനെയും കാക്കേനെയും ഓസിലിനെയൊക്കെ മേടിച്ച പിറേസ് ഒരു പുതിയ ട്രാൻസ്ഫർ പോളിസി അഡോപ്റ്റ് ചെയ്തു. ഓൾറെഡി ഫുട്ബോളിൽ സൂപ്പർ സ്റ്റാർസ് ആയി നിൽക്കുന്ന പ്ലെയേഴ്സിനെ മേടിക്കണേക്കാട്ടും ഭേദം സൂപ്പർ സ്റ്റാർ പൊട്ടൻഷ്യൽ ഉള്ള യങ്സ്റ്റേഴ്സിനെ മേടിക്കുന്നതാണ്. ഈ പുതിയ ട്രാൻസ്ഫർ പോളിസി വെച്ചുള്ള ഏറ്റവും ഫസ്റ്റ് സൈനിങ് ആയിരുന്നു 16 വയസ്സുള്ള ബ്രസീലിയൻ വണ്ടർ കിഡായ വിനീഷ്യസ് ജൂനിയർ. ഇതുപോലെ തന്നെ 2021 കമവിംഗേനെയും 2022 ചുവാമിനിനെയും. ആൻഡ് 2023 പെർഹാപ്സ് പുതിയ ഗലക്ടിക്കോസ് പ്രൊജക്റ്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറിനെ റയൽ സൈൻ ചെയ്യണത്, ജൂഡ് ബെല്ലിംഗ്ഹാം. പക്ഷെ പഴയ ശീലങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ലല്ലോ. 2024 ആയപ്പോൾ റയല് ഈ പുതിയ ട്രാൻസ്ഫർ പോളിസിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്ലെയറിനെ സൈൻ ചെയ്യും. ആർഗ്യുബിളി വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഫോർവേഡ് കിലിയൻ എംബാപ്പെ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പിറേസ് ആണ് ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും സക്സസ്ഫുൾ പ്രസിഡന്റ്. നൗ പിറേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ ഗ്ലോറി മാത്രമല്ല, കുറെ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് വേണ്ടി ഫുട്ബോൾ അവാർഡ് പിറേസ് ലോബിയും എന്നുള്ള ഒരു കോൺസ്പിറസി ഉണ്ട്. ഇതിനൊപ്പം ഈ ബാലൻഡോർ സെറമണിയിൽ റോഡ്രിക്കാണ് ബാലൻഡോർ കിട്ടാൻ പോണെന്ന് അറിഞ്ഞപ്പോൾ പിറേസും റയൽ മാഡ്രിഡും കാണിച്ച കാര്യങ്ങളും. ആൻഡ് ഓഫ് കോഴ്സ് ഫുൾ യൂറോപ്യൻ ഫുട്ബോളിനെ തന്നെ ഓൾമോസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ പോയ യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന ഐഡിയയുടെ ചെയർമാനും ആയിരുന്നു ഫ്ലോറന്റീനോ പെറേസ്.
സോ നിങ്ങളുടെ ഒപ്പീനിയൻ വെച്ച് പിറേസ് ഒരു ഫുട്ബോളിംഗ് ജീനിയസ് ആണോ അതോ ഫുട്ബോളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വില്ലൻ ആണോ? അത് കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.